47 വർഷങ്ങൾക്ക് ശേഷം പൊന്നാനി തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇടതുപക്ഷം. KS ഹംസ റമദാൻ കാലത്തും ചൂടിനെ വകവയ്ക്കാതെ പ്രചരണത്തിന്റെ തിരക്കിലാണ്. നമ്മൾ കാണുമ്പോഴും ഈ നട്ടുച്ച സമയത്തും അദ്ദേഹം ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെ പോകുന്നു പ്രചരണം? പ്രചരണം ഗംഭീരമായി പോകുന്നുണ്ട്. ഞങ്ങൾ 2 തവണ 7 അസംബ്ലി സെഗ്മെന്റ്സും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു വർക്ക്. പരമാവധി പ്രവർത്തകരെ നേരിട്ട് കണ്ട് ഒരു മുഖബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. പ്രവർത്തകർക്ക് ജയിച്ചു പോകുന്ന ആളുകൾ സാധാരണ പ്രവർത്തകർക്ക് അപ്രാപ്യരാണ് എന്നൊരു ധാരണ മണ്ഡലത്തിലുണ്ട്. അത് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. ആരും അപ്രാപ്യരല്ല. ഫുൾ ടൈം വർക്കറായിട്ടുള്ള ഫുൾ ടൈം പൊളിറ്റീഷ്യനായിട്ടുള്ള ഒരാൾക്ക് അപ്രാപ്യനായിട്ട് നിൽക്കാൻ കഴിയില്ല. അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രതിനിധി ഇവർക്ക് ഉറപ്പ് നൽകുക എന്ന ആ വിശ്വാസം കൊടുക്കലാണ് ആദ്യത്തെ ദൗത്യം. ഇപ്പോൾ ചൂടൊന്നും പ്രശ്നമില്ല. ചൂടൊന്നും ഞങ്ങൾക്ക് ചൂടിൻ്റെ പ്രശ്നം ചൂടുണ്ട്, നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. അതിനേക്കാൾ കൂടുതൽ ഈ മേഖലയിലുള്ള പ്രവർത്തകർ നൽകുന്ന കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഊഷ്മളമായ ഒരു ശീതള ഛായയിൽ ഈ ചൂടൊക്കെ നിഷ്പ്രഭമാണ്. എങ്ങനെയാണ് പഴയ ലീഗുകാരെ, അതായത് പഴയ സഹപ്രവർത്തകരെ കാണുമ്പോൾ അവരുടെ ഭാഗത്തുള്ള പ്രതികരണം? ഇപ്പോൾ വളരെ നല്ല പ്രതികരണമാണ്. അവർ വലിയ ആവേശം പകരുന്നുണ്ട്. ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കാരണം വീണ്ടും അവർക്ക് ഒരു യൂത്ത് ലീഗിന് യുവജന വിഭാഗത്തിൻ്റെ ഒരു പ്രാതിനിധ്യം കൊടുക്കുമെന്ന് അവർ ഇത്തവണ പ്രതീക്ഷിച്ചു. കഴിഞ്ഞ തവണ അവർക്ക് വാക്ക് കൊടുത്തിരുന്നായിരുന്നു പാർട്ടി. അത് ഇത്തവണയെങ്കിലും പാലിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും തന്നെ ടയർ മുമ്പിലും ബാക്കിലും ടയർ മാറ്റില്ല ചെയ്തിരുന്നത്. സത്യത്തിൽ ടയർ 2 പഞ്ചറാണ് പോയത്. എന്നാലും അത് അതിനിട്ട് മാറ്റി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ നിരാശരാണ് യുവജന വിഭാഗം. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പോൾ അവർ തൽക്കാലം പറഞ്ഞ് നിർത്തിയിട്ടുള്ളത് ഒരു സാധ്യതയുള്ള രാജ്യസഭാ സീറ്റ് അവർക്ക് കൊടുക്കാമെന്നാണ്. തട്ടിപ്പാണ്. അതൊക്കെ ഇപ്പോൾ തന്നെ കച്ചവടം കഴിഞ്ഞ് വെച്ചിരിക്കുന്നു. ഒരു വ്യവസായ പ്രമുഖൻ ആ രംഗത്ത് വരും. ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ആ ഡീലിങ്സും അണിയറയിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അവർ വഞ്ചിക്കപ്പെടും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ഒരുപാട് പേരുടെ പിന്തുണ പാർട്ടിക്ക് അകത്തുനിന്ന്, ലീഗിനകത്തുനിന്ന് അങ്ങേക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണോ ഉള്ളത്? പിന്നെ ധാരാളം വോട്ട് ലീഗിനകത്ത് നിന്ന് നമുക്ക് കിട്ടും. ഒരുപാട് പ്രതീക്ഷ തരുന്നുണ്ട്. അവർ പിന്തുണ തരുന്നുണ്ട്. അവർ മറ്റു പലരും ബന്ധപ്പെടുത്തി തരുന്നുണ്ട്. കഴിഞ്ഞ തവണ ലീഗിന് കിട്ടിയ ഒരു നല്ല ശതമാനം വോട്ട് ഇത്തവണ LDFന് കിട്ടും. അതല്ല, പാർലമെന്റിനകത്ത് ലെഫ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ ഇപ്പം അനിവാര്യമാണ് എന്നൊരു ബോധം സമൂഹത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പരസ്യമായിട്ട് അങ്ങേക്ക് വേണ്ടി ഇറങ്ങി കാണുന്നില്ല. അല്ല, പരസ്യമായിട്ട് അങ്ങനെ പറ്റില്ലല്ലോ. പരസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും നമ്മൾ കണ്ടിപ്പോൾ ആദ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തോളം വോട്ടിന് LDF ജയിച്ചപ്പോഴും, അല്ല UDF ET മുഹമ്മദ് ബഷീർ ജയിച്ചപ്പോഴും ആ മേഖലയിൽ ആ ലീഡൊക്കെ തിരുത്തിയില്ലേ അസംബ്ലിയിൽ. എന്നിട്ടും അപ്പോഴും പരസ്യമായിട്ടൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ അടിയൊഴുക്കുകളാണ്. തീർച്ചയായിട്ടും അടിയൊഴുക്ക്. ദേശീയ തലത്തില് UDFന് ജയം നേടിയാലേ അവിടെ അതിന്റെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ എന്നാണ് സമദാനി പറയുന്നത്. എന്താണ് അങ്ങയുടെ ഇതിൽ? ഈ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണല്ലോ എല്ലാവരും ഇന്ത്യ സഖ്യത്തിന് കീഴിൽ മത്സരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് രാഹുലിനെ നേരിട്ട് പിന്തുണയ്ക്കുന്ന UDFനെ ജയിപ്പിച്ചുകൂടാ എന്നാണ് അവർ ചോദിക്കുന്നത്. അതാണല്ലോ ചെയ്യേണ്ടത് എന്നാണ് അവർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്താണ് അതിന് മറുപടി? ആര് പറയുന്നു അത്? സമദാനി വിഡ്ഢിത്തം സംഭവിക്കാൻ എന്ത് ചെയ്യും? കാരണം ഇന്ത്യ സഖ്യം അധികാരത്തിൽ കയറിയാൽ ആര് പ്രധാനമന്ത്രി ആണെന്നുള്ളത് ആ സഖ്യമാണ് തീരുമാനിക്കുക. ഒരു പക്ഷേ കോൺഗ്രസിനേക്കാൾ സീറ്റ് മേടിക്കുന്ന പ്രാദേശിക കക്ഷികളുടെ അതിനകത്ത് SP അതിനകത്താണ് 85 സീറ്റിലാണ് SP യോടെ മത്സരിക്കുന്നത്. 55 സീറ്റിൽ 70 സീറ്റിലധികം SP നേരിട്ട് മത്സരിക്കുകയാണ്. അവർക്ക് നല്ല സാധ്യത അവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 400-ലധികം സീറ്റ് മത്സരിച്ച് 40 സീറ്റ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ സീറ്റുകളുള്ള ആളായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക. അതിപ്പോൾ വെറുതെ അങ്ങനത്തെ പറഞ്ഞു വിടുകയാണ്. മാത്രമല്ല, കോൺഗ്രസിന് കഴിഞ്ഞ പാർലമെന്റിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ വിഷയമാണ് സംസാരിക്കുന്നത്. നാഷണൽ ഇഷ്യൂസിൽ ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാടുണ്ടായിരുന്നത്? എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ പൗരത്വ നിയമം വന്നു, അതിനു മുമ്പ് വ്യക്തി നിയമം വന്നു. വ്യക്തി നിയമത്തിന് കോൺഗ്രസിന് ഇപ്പോഴും ഒരു നിലപാടില്ലല്ലോ. ഒരു അഴുകുഴമ്പ നിലപാടല്ലേ, വെഴുക്കല്ല് വെടികുത്തിയ പോലെയാണ് തീരുമാനം. ഗസ വിഷയം വന്നു, പാലസ്തീൻ വിഷയത്തിൽ വരെയൊക്കെ ഒരു തീരുമാനമില്ലല്ലോ. ഇടതുപക്ഷം മർദ്ദിതരെവിടെയുണ്ടോ അതിൻ്റെ കൂടെയാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അതിനു മുമ്പ് വ്യക്തമായതാണ്. ഇപ്പോൾ പൗരത്വ നിയമത്തിൻ്റെ വിഷയം വന്നപ്പോൾ ആളുകൾ ഒന്നുകൂടി ഉണർന്നിട്ടുണ്ട്. കാരണം ഇനി ലെഫ്റ്റ് ചിന്താഗതിക്കാർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തത്വശാസ്ത്രം, റെസ്പോൺസിബിൾ പൊളിറ്റിക്സ്, ഇത് ഉൾക്കൊള്ളാവുന്ന ഒരു വിഭാഗം ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ജനങ്ങൾ വോട്ടാക്കി മാറ്റും. ഇപ്പോൾ കഴിഞ്ഞ തവണ NIA ബില്ല് വന്നു.
ഇതിന്റെ വേറെ സാധനമുള്ള NIA ബില്ല്, ന്യൂനപക്ഷങ്ങളെ തന്നെ കടന്നാക്രമിക്കാൻ ഉദ്ദേശിച്ച ഒരു ബില്ലായിരുന്നു NIA ബില്ല്. അതിന്റെ കെടുതി അനുഭവിച്ചത് ബഹുഭൂരിപക്ഷവും ന്യൂനപക്ഷങ്ങളാണ്. പക്ഷേ ആ ബില്ല് വന്നപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്യാൻ ലീഗിന്റെ MP-മാർക്ക് വരെ സാധിച്ചിട്ടില്ലല്ലോ. അത് എൻ്റെ വിഷയമല്ല, ഇവിടുത്തെ ലീഗുകാർ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇവിടുത്തെ ലീഗിന്റെ സത്യത്തിൽ ഇടതുപക്ഷക്കാരുടെ പ്രമേയമല്ലാതെ അത് ലീഗിന്റെ ഉള്ളിൽ ചർച്ച ചെയ്യുന്ന പ്രധാനമായൊരു വിഷയമാണ്. എന്തുകൊണ്ട് ഇന്നും ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ലല്ലോ, നല്ലൊരു മറുപടി പാർട്ടിക്കാരൊക്കെ അവർ കൊടുത്തിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്യാതിരുന്നത്? എന്നാൽ പേടിച്ചിട്ടാണെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ട്, AMമാർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഇടതുപക്ഷക്കാരനായ MP. എന്തുകൊണ്ട് ലീഗ് MP-മാർ വോട്ട് ചെയ്തില്ല? അവർ മറുപടി പറയട്ടെ, പാർട്ടിക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ. ഞങ്ങളെ വേണ്ട. പൊന്നാനിയിലെ വികസനം ചർച്ചയാവുന്നുണ്ട്, ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട് അല്ലേ? പൊന്നാനിയിലെ വികസനം സജീവ ചർച്ചാ വിഷയമാണ് ഇവിടെ. ഒന്നാമത്തെ ഇവർക്ക് വേണ്ടതേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടുന്ന ഒരു MP വേണമെന്നേ ഒരു ആഗ്രഹമുണ്ട്. അതിപ്പോൾ മത്സരിക്കുന്ന അപ്പുറത്തെ സ്ഥാനാർത്ഥി, ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാൻ അപ്പുറത്തെ സ്ഥാനാർത്ഥികളെ പറ്റി പറയുന്നില്ല. അതൊക്കെ പാർട്ടിക്കാർ ഇവിടെ പറയും. എന്താണ് അവരെത്രമാത്രം അവൈലബിലിറ്റി ഇരുന്നു, എത്ര അവൈലബിൾ ആയിരുന്നു, വിളിച്ച് കിട്ടിയിരുന്നു, ചെന്ന വാതിലടച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കോട്ടയ്ക്കൽ മണ്ഡലങ്ങളൊക്കെ ഇതിലുള്ളത് കൊണ്ടും പിന്നെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇവിടെ വന്ന് മത്സരിക്കാനിടയായ സാഹചര്യമൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അടിയിൽ. എന്തുകൊണ്ട് മലപ്പുറത്ത് അസ്വീകാര്യനായി എന്നുള്ളത്. അവിടെ ആളുകൾ പാർട്ടിയുടെ എൻ്റെ സുഹൃത്തുക്കൾ പ്രലോകത്തുണ്ടല്ലോ, അവർ സജീവമായി ഇപ്പോഴും പറയുന്നു ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പൊന്നാനി അത്ഭുതം നടക്കും അല്ലേ? തീർച്ചയായും പൊന്നാനി മാറ്റത്തിന്റെ രാഷ്ട്രീയമാകും പൊന്നാനി പുറത്തു കൊണ്ടുവരുന്നത്. മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതുചരിത്രം സൃഷ്ടിക്കും പൊന്നാനിക്ക് മുമ്പും പിമ്പും 2024 പൊന്നാനി തെരഞ്ഞെടുപ്പിന് മുമ്പും എത്തുമ്പോൾ എന്നൊരു പോളറൈസേഷൻ പൊളിറ്റിക് മേഖലയിൽ ഉണ്ടാക്കിയെടുക്കും പൊന്നാനി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നേറുകയാണ് KSMസ. വികസന രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയത്തിലെ ചലനങ്ങൾ, ഒപ്പം തന്നെ മറുവശത്തെ ലീഗിലെ ആഭ്യന്തര രാഷ്ട്രീയ കാര്യങ്ങൾ വരെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.